വയോമിത്ര. നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് റേഡിയോ മാറ്റലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം. നിർവഹണം ജോബിഷ് ജോസ്. മുത്തശ്ശ, ഇതുവരെ റെഡിയായില്ലേ? ദാ വരുന്നു, ഒരു മിനിറ്റ്. ഏത് കാര്യത്തിന് വിളിച്ചാലും മുത്തശ്ശന് ഈടെയായി കുറച്ച് സ്ലോ ആണല്ലോ. ഹറിയപ്പ് മുത്തശ്ശ, നമ്മുടെ റേഡിയോ പ്രോഗ്രാം തുടങ്ങാറായി. ശ്രോതാക്കൾ കാത്തിരിക്കും. ദാ എത്തിക്കഴിഞ്ഞു ലക്ഷ്മി മോളെ. നിന്നെ പോലാണോ എന്റെ കാര്യം? നീ ചെറുപ്പമല്ലേ, നല്ല ചുറുചുറുക്കുള്ള പെൺകുട്ടി. ഞാനൊരു വയസ്സൻ. റെഡിയാവാൻ നിനക്ക് ഒരു മിനിറ്റ് മതിയല്ലോ. ഞാനൊരല്പം സമയം കൂടുതൽ എടുക്കും. അയ്യോ എന്റെ മുത്തശ്ശ, അങ്ങനൊന്നും പറയല്ലേ. മുത്തശ്ശൻ ഞങ്ങളുടെ അഭിമാനമാണ്. മുത്തശ്ശൻ എവിടെയാണോ അവിടെയാണ്. ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ മോളെ. കാലം മാറുകയല്ലേ. പ്രായമായവരെ ഇവിടെ ആർക്കും വേണ്ടാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഓ നോ മുത്തശ്ശ, ദാറ്റ്സ് നോട്ട് ട്രൂ. ഇവിടെ എല്ലാവർക്കും മുത്തശ്ശൻ എന്ന് വെച്ചാൽ ജീവനാ. ആൾക്കാർക്കൊക്കെ എന്തു ബഹുമാനമാണ് എന്റെ മുത്തശ്ശന്. എന്റെ കാര്യം പറഞ്ഞാൽ മുത്തശ്ശനോടൊപ്പം റേഡിയോ പ്രോഗ്രാം ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് പോലും ഞാൻ പാഴാക്കി. അത് കേൾക്കാൻ തന്നെ എന്ത് സന്തോഷമാണെന്നോ. പിന്നെ ഇങ്ങനെ വാചകം പഠിച്ച് നിന്നാൽ മതിയോ? ഷോ തുടങ്ങാൻ സമയമായില്ലേ? എപ്പോ തുടങ്ങണമെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ റെഡി മുത്തശ്ശ. യുവർ വിഷ് ഈസ് അവർ കമാൻഡ്. വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം ആദരവാൽ നരയും ചുടിവെല്ലാം കൈപിടിച്ചിരാം, സഹായിച്ചിരാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോധികരെയും ആദരിച്ചിടണം. വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം ആദരവാൽ നിറയും ചുളിരെല്ലാം നെഞ്ചിലേറ്റി കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമ്മുടെ വയോജനങ്ങൾ, നമ്മുടെ അഭിമാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം, ഞാൻ ഭരതൻ. ഞാൻ മുത്തശ്ശന്റെ ചെറുമകൾ ലക്ഷ്മി. ഗവൺമെന്റ് മുതിർന്ന പൗരന്മാർക്കായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, അവയുടെ വിശദാംശങ്ങൾ ഗുണഭോക്താക്കളുമായി പങ്കുവെക്കുക എന്നിവയാണ് ഈ പ്രത്യേക പരിപാടിയുടെ ഉദ്ദേശം. കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ നമ്മുടെ വയോജനങ്ങൾ, നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാരത സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന മന്ത്രാലയം വളരെ സുപ്രധാനമായ അധികാരങ്ങളുള്ള ഒരു വകുപ്പാണ്. ജനങ്ങൾക്ക് സാമൂഹിക നീതിയും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ വകുപ്പിന്റെ ഉദ്ദേശം. മുതിർന്ന പൗരന്മാർ, ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർ, മറ്റു പ്രത്യേക വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്ന പദ്ധതികളും നയങ്ങളും രൂപീകരിക്കുക എന്നതാണ് ഈ മന്ത്രാലയത്തിന്റെ ഉദ്ദേശം. നമ്മുടെ വയോധികർ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള നിധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അവരുടെ അനുഭവ സമ്പത്തും വിവേകവുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ പ്രായമേറുമ്പോൾ അവരിൽ മിക്കവർക്കും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുന്നുണ്ട്.
പലപ്പോഴും സ്വന്തം കുടുംബങ്ങൾ പോലും അവരെ ഉപേക്ഷിച്ചു കളയുന്നു. യാതൊരു തുണയുമില്ലാതെ തനിച്ചു ജീവിക്കുവാൻ അവർ നിർബന്ധിതരാകുന്ന സ്ഥിതിയാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ പലർക്കും വൃദ്ധസദനങ്ങളിൽ അഭയം തേടേണ്ടതായി വരുന്നുണ്ട്. ചിലർക്കെങ്കിലും അനാഥരായി തെരുവുകളിൽ അഭയം തേടി അലയേണ്ടി വരും. ഗൗരവമേറിയ ഈ വിഷയം കണക്കിലെടുത്ത് മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി നമ്മുടെ സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അത്തരമൊരു പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ് യോജന. സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിന്റെ ഈ പദ്ധതി മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അവർക്ക് മതിയായ ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പാക്കുകയും അവർക്ക് ഇപ്പോഴും സമൂഹത്തിൽ ഒരു ഇടമുണ്ടെന്ന തോന്നൽ അവരിൽ ഉളവാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് മുത്തശ്ശ. അടൽ വയോ അഭ്യുദയ് യോജന ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർ ഉൾപ്പെടെയുള്ള മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ള സേവനങ്ങളും വിഭവങ്ങളും നൽകി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സഹായം, സംരക്ഷണം എന്നീ കാര്യങ്ങളിലാണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസവും നൈപുണ്യ പരിശീലനവും നൽകുകയും അവർക്ക് സാമൂഹിക സുരക്ഷയും സമൂഹത്തിൽ മാന്യതയും ആദരവും ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അടൽ വയോ അഭ്യുദയ് യോജനയുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം മുതിർന്ന പൗരന്മാരുടെ ശാക്തീകരണമാണ്. കൂടാതെ ദൈനംദിന ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഇതുവഴി അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും സംതൃപ്തമായ ജീവിതം നയിക്കാനും സഹായകരമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനാണ് ഈ പദ്ധതി ശ്രമിക്കുന്നത്. ദശലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുമെന്ന് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന മുതിർന്ന പൗരന്മാർക്കായുള്ള ഭവന നിർമ്മാണത്തിന് ഈ പദ്ധതി ഊന്നൽ നൽകുന്നുണ്ട്. ഇപ്പോൾ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിലൂടെ ആശ്വാസം ലഭിക്കും. രാജ്യത്തുടനീളം ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുവാനും അതുവഴി മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി സർക്കാർ തുടർച്ചയായി കോടിക്കണക്കിന് രൂപ ഗ്രാന്റായി നൽകുന്നുണ്ട്. അടൽ വയോ അഭ്യുദയ് യോജനയുടെ കീഴിൽ മുതിർന്ന പൗരന്മാർക്കായി പലതരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. രാഷ്ട്രീയ വയോശ്രീ യോജന RVY, സീനിയർ സിറ്റിസൺ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഡക്റ്റീവ് എൻഗേജ്മെന്റ്, സ്കോപ്പ്, സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ, SAGE, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്നിവയാണ് പ്രധാന കർമ്മ പരിപാടികൾ. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ ഇതെന്താണെന്ന് വിശദീകരിക്കാമോ മുത്തശ്ശ? പിന്നെന്താ, വിശദീകരിക്കാമല്ലോ. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വിശിഷ്ടരായ വ്യക്തികൾക്കാണ്. ആരാണ് ഈ വിശിഷ്ടരായ വ്യക്തികൾ? നമ്മുടെ മുതിർന്ന പൗരന്മാർ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൗരന്മാരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 ജനസംഖ്യ പ്രകാരം ഏതാണ്ട് 138 ദശലക്ഷം പേർ, എന്ന് വെച്ചാൽ 13.8 കോടി ആളുകൾ. ഇവർ 60 അതിലധികമോ പ്രായം ചെന്നവരാണ്. ഇവരുടെ എണ്ണം 2031 ആകുമ്പോഴേക്കും 300 ദശലക്ഷം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാമല്ലേ, ഈ പ്രായത്തിലുള്ളവർ ശാരീരിക അസ്വസ്ഥതകൾ, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ, സാമൂഹികമായ ഒറ്റപ്പെടൽ, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ തുടങ്ങി പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെ, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്ന പദ്ധതി മുതിർന്ന പൗരന്മാരുടെ ശാക്തീകരണവും സുരക്ഷയും ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള ഒരു ഉറച്ച കാൽവയ്പാണ്. വയോധികരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അവയെ ഫലപ്രദമായി പരിഹരിക്കാനുമുള്ള മാർഗങ്ങൾ നടപ്പിലാക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. നമുക്കിപ്പോൾ വയോജനങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഇന്റർവ്യൂ കേൾക്കാം. ഞാൻ സാറിനെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട്. സാറിന്റെ പേരൊന്ന് ആദ്യം പറയാം. എന്റെ പേര് ചന്ദ്രദാസ് കേശവപിള്ള, സാമൂഹ്യ പ്രവർത്തകനാണ്. പ്രത്യേകിച്ച് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ അത് കേട്ടിട്ടുണ്ട്. വയോജനങ്ങളെന്ന് നമ്മൾ വാസ്തവത്തിൽ പറഞ്ഞുകൂടെ. ഈ പ്രായം കണക്കാക്കിയല്ല ആളുകളെ കാണേണ്ടത്. അവരുടെ അവരെല്ലാം ഒരു മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വയോജനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി പ്രായം ചെന്ന ആളുകൾ അനുഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവര് വളരെ പൊന്നുപോലെ മക്കളെ വളർത്തിക്കൊണ്ടുവരും. അവർക്കുള്ള സ്നേഹവും വാത്സല്യവും സ്വത്തും സമ്പത്തും എല്ലാം ഇവർക്ക് കൊടുക്കും. പല മാതാപിതാക്കളും ഇവർക്കായിട്ട് അവരുടെ കംപ്ലീറ്റ് സ്വത്തും എഴുതി വെക്കുക വരെ ചെയ്യും. ഒരു 2 ആഴ്ചയൊക്കെ മക്കൾ ഇങ്ങനെ കാര്യമായിട്ട് അപ്പനെയും അമ്മയും ഒക്കെ നോക്കും. കുറെ കഴിയുമ്പോൾ ഈ അപ്പനും അമ്മയും പുറത്താകുന്നത് വളരെ സാധാരണമായി തീരുന്ന ഒരു സംഭവമാണ്. സാറ് അങ്ങനത്തെ ഒന്ന് അതേക്കുറിച്ച് എന്ത് പറയും? വയോജനം എന്ന് പറയുമ്പോ തന്നെ ജീവിതത്തോടൊപ്പം ആരംഭിച്ച ജീവിതചക്രം മുഴുവൻ
തുടരുന്ന ഒരു പ്രക്രിയയാണ് വാർദ്ധക്യം. അതെ അതെ അപ്പൊ ഈ വാർദ്ധക്യം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ആദരവ് ലഭിക്കുന്നത് ഒന്നായാണ്. ഈ അടുത്ത സമയത്ത് ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പി പറയുകയുണ്ടായി, വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിച്ചവൻ, ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചവരാണ് വൃദ്ധർ എന്ന് പറയുകയുണ്ടായി. അത് സത്യത്തിൽ സത്യമാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഈ രാഷ്ട്ര നിർമ്മാണം തന്നെ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അവരാണ് നമ്മുടെ രാഷ്ട്ര ശില്പികൾ. അവർ ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവരുടെ അഭിവൃദ്ധി കൊണ്ട് തന്നെയാണ് നടന്നത്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഒരു മകൻ വാടക വീട് ഒഴിഞ്ഞപ്പോഴ് സ്വന്തം പിതാവിനെ അകത്തെ കട്ടിലിൽ അനങ്ങാൻ വയ്യാത്ത അവസരത്തിൽ കിടന്നിരുന്ന ആ പിതാവിനെ ആ കട്ടിൽ കിടത്തിയിട്ട് കതവ് പൂട്ടി അദ്ദേഹം വാടക വീട് ഒഴിയുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് ആ പിതാവിന് എഴുന്നേറ്റ് നടക്കുവാനോ മറ്റൊന്നിനും സാധ്യമായിരുന്നില്ല. ഇയാൾ ഇറങ്ങി അങ്ങ് പോയി. അയാളുടെ കുടുംബം ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള മക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് ആധുനിക കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില്. 2023 കർണാടകത്തില് പുട്ടവ ഹനുമന്തപ്പ എന്ന വൃദ്ധ മാതാവ് 11 ഫ്ളാറ്റ് ഉണ്ട്, 11 ഏക്കർ പുരയിടമുണ്ട്, അവർക്ക് ധാരാളം അളവറ്റ സ്വത്തുമുണ്ട്. പക്ഷെ ഒരു മക്കളും അവരെ തിരിഞ്ഞു നോക്കുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്യാത്തതിന്റെ പേരിൽ അയൽപക്കത്തെ ആളുകളുടെ സൗജന്യം കൊണ്ടാണ് അവർ ജീവിച്ചു പോയത്. അവർ ഗവൺമെന്റിന് അതായത് തനിക്ക് ദയാവധം ലഭിക്കണമെന്ന് ഹർജി കൊടുക്കും. ഈ അളവറ്റ സ്വത്തിനുടമയായിരുന്ന പുട്ടവ ഹനുമന്തപ്പ ദയാവധത്തിന് വേണ്ടി ഹർജി കൊടുക്കണം. ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. വളരെ പരിതാപകരമാണ്. അത് പഴയൊരു കാലയളവിൽ നമ്മുടെ ഭാരതത്തിലായാലും കേരളത്തിലായാലും വാർദ്ധക്യത്തെ അയൽപക്കങ്ങളിലായാലും സമൂഹത്തിലായാലും ഒക്കെ തന്നെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവുണ്ടായിരുന്നു. അണുകുടുംബത്തിലേക്ക് മാറിയതോടുകൂടി വാർദ്ധക്യം തിരസ്കരിക്കപ്പെടുന്നു. ഇല്ല, മാത്രമല്ല സാറേ, ഇപ്പൊ സാറ് ഈ പറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മാത്രമല്ല ഇനിയും രൂക്ഷമാവുകയും ചെയ്യും. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഒരു സർവേയുടെ റിസൾട്ട് പ്രകാരം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും തന്നെ ഒന്നുകിൽ വേറെ അവരുടെ വീട് വിട്ടു പോവുകയാണ്. അത് മറ്റ് രാജ്യങ്ങളിലേക്കാകാം, മറ്റ് സംസ്ഥാനങ്ങളിലേക്കാകാം, ജോലി സംബന്ധിച്ചൊക്കെ ആകാം. അങ്ങനെ വരുമ്പോ ഈ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒറ്റപ്പെടുകയാണ്. അവർക്കാരും ഇല്ലാതാവുകയാണ്. ഈ എല്ലാം കൊടുത്ത് പോറ്റി വളർത്തിയ ഇവര് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ കൂടിക്കൂടി വരുമ്പോ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്? പ്രായം ചെന്ന ആളുകളെ ഉപദ്രവിക്കാനും എത്ര കൊലപാതകങ്ങൾ വരെ നടക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയാണ് ഇപ്പോഴും. ഈ അടുത്തൊരു സമയത്ത് ഒരു അമ്മയെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയുണ്ടായി. അതൊക്കെയാണ് ചെയ്യുന്നത് സ്വത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു വല്ലാത്ത ദുരിതം പിടിച്ച ഒരു കാലത്തിലേക്കാണ് നമുക്ക് എന്താ ഇതിനൊരു പരിഹാരം വല്ലതും നിർദ്ദേശിക്കാനുണ്ടോ? പരിഹാരം മക്കള് പ്രധാനമായിട്ടും ഈ മക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത് ഇന്നത്തെ മാതാപിതാക്കൾ തന്നെയാണ്. അത് അവര് തന്നെയാണ്. തൽക്കാലത്തെ അവരുടെ ഒരു ഗമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വേണ്ടി പറയാം. അല്ലാതെ മക്കളുടെ സുരക്ഷിതമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ മക്കള് എവിടെയായാലും അവര് ജീവിതോപാധി കണ്ടെത്താൻ ബാധ്യസ്ഥരാണ്. അനാദികാലം മുതൽക്ക് തന്നെ അത് തുടരുകയും ചെയ്യുന്നു. പക്ഷെ ഇന്ന് UK അല്ലെ കാനഡയിലേക്ക് അല്ലെ ഓസ്ട്രേലിയയിലേക്ക് മക്കളെ പറഞ്ഞു വിടുന്നത് ഒരു സ്വന്തം ജീവിതത്തിന്റെ ഒരു വലിയ ബഹുമതിയായിട്ട് അച്ഛനമ്മമാർ കാണുന്നുണ്ട്. പക്ഷെ ഇവർ പോയി കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതായത് ചെറുപ്പക്കാർ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടൊഴിയുന്നത് അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയം താല്പര്യമില്ല, അവർക്ക് ഇവിടുത്തെ അഴിമതി താല്പര്യമില്ല, ഇവിടുത്തെ ജീവിത രീതികൾ താല്പര്യമില്ല. അവർക്ക് അവരുടേതായ ചില സങ്കേതങ്ങള് ലാവണങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി, ആർഭാടമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഈ മക്കള് പോകുന്നതോടുകൂടി ഞാൻ ഏകദേശം പ്രളയ കാലയളവില് തിരുവല്ല, റാന്നി, ആ താലൂക്കല്ല, ചെങ്ങന്നൂർ, ആ ഒരു ഭാഗങ്ങളിൽ പോകുന്ന അവസരത്തില് മുതിർന്ന പൗരന്മാർ 60 വയസ്സിലുള്ള വയോവൃദ്ധരും 2 പട്ടികളും മാത്രമാണ് പല വീടുകളിലും ഉണ്ടായിരുന്നത്. എന്നാൽ അളവറ്റ സ്വത്തുണ്ട്. അതുപോലെ തന്നെ ഫാദർ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ബാങ്കുകളില് ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് ഇട്ട 78,213 കോടി രൂപയുണ്ട്. അത് ശരി, 78,213 കോടി രൂപ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ മക്കൾ വിദേശത്തുനിന്ന് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആയിരിക്കാം. ഇതിൽ പലർക്കും ഇത് തുക എവിടെയാണെന്നും ഒന്നും അറിവില്ല. കാരണം വാർദ്ധക്യമാവുന്നവരുടെ അവർക്ക് വിഷാദരോഗങ്ങൾ വരുന്നു, ഡിമെൻഷ്യ വരുന്നു, അൾഷിമേഴ്സ് വരുന്നു, ഓർമ്മക്കുറവിന്റെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ തുക ഒന്നും കണ്ടെത്താനോ അത് എവിടെയാണെന്ന് അവർക്ക് ക്ലെയിം ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഈ 78,213 കോടി
രൂപ ഈ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വിനിയോഗിക്കണം. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് പിന്നെ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാമല്ലോ. അൺക്ലെയിംഡ് ആയിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു കഥയുമില്ല. അതെടുക്കണം. അതെ, അത് 10 വർഷമായിട്ട് അതിനകത്ത് യാതൊരു ഇടപെടലുകളും നടത്താത്ത, ട്രാൻസാക്ഷൻ നടക്കാത്ത തുകയാണ് ഈ 79,213 കോടി രൂപ. ഈ തുക ഈ വയോജനങ്ങളുടെ സംരക്ഷണത്തായിട്ട് മാറ്റിവെക്കണം. നിശ്ചയമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് വേണം അതിന്റെ മുൻകൈ എടുക്കാനായിട്ട്. അതെ. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നനായ ഒരു വ്യക്തിയുമായുള്ള ഈ ഇന്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി മുത്തശ്ശ. ഇനി നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായി ഒരു റേഡിയോ നാടകം പങ്കുവെക്കാം. നാടകത്തിന്റെ പേര് നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. ഈ നാടകം കേൾക്കുന്നത് വഴി സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ എന്ന പദ്ധതിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ള ശ്രോതാക്കളെ, അടുത്തതായി കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം. നാടകത്തിന്റെ പേര് നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. എന്തൊരു വല്ലാത്ത കാലമാണ് മോനെ. മുമ്പ് ഒരിക്കലും കാര്യങ്ങൾ ഇത്ര മോശമായിരുന്നില്ല. പ്രായമായവരുടെ കാര്യങ്ങളിൽ ഇപ്പോഴാർക്കും ഒരു ശ്രദ്ധയുമില്ല, കരുതലുമില്ല. വിഷമിക്കേണ്ട ശർമാജി, അറിയില്ലേ, നമ്മളെപ്പോലുള്ളവരെ സഹായിക്കാനായി ഗവൺമെന്റ് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഗുണമുള്ളതാണ്. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്നൊരു പദ്ധതിയോ? എന്താ അത്? നമുക്ക് ആരോഗ്യ സഹായവും സാമ്പത്തിക സുരക്ഷയും സാമൂഹിക പരിരക്ഷയും ഉറപ്പുതരുന്ന പദ്ധതിയാണിത്. ഓഹോ, കൊള്ളാമല്ലോ. എന്താണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ? എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്? നോക്കൂ ശർമാജി, ഈ പദ്ധതിയിൽ മുതിർന്ന പൗരന്മാർക്കായി തുടർച്ചയായി വൈദ്യപരിശോധന നടത്താൻ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ പെൻഷനും മറ്റു സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുമുണ്ട്. പപ്പ, ഇന്ന് എന്തു പറ്റി? ആറിയോ ഓക്കെ? മോളെ, ഇനി എനിക്ക് വൈദ്യപരിശോധനയുടെ കാര്യമോർത്ത് യാതൊരാശങ്കയുമില്ല. ഓ, അപ്പോൾ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞു അല്ലേ? അറിഞ്ഞു. ഇന്ന് രമേശ് അതേക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഈ പദ്ധതി ഞങ്ങൾക്ക് വളരെ പ്രയോജനമാണ്. ശർമാജി, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് പദ്ധതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ പരിശീലനവും അതുപോലുള്ള മറ്റ് നൈപുണ്യ വികസന പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ രമേശ്, ഗംഭീരം തന്നെ. സുഹൃത്തുക്കളെ, ഈ റേഡിയോ നാടകത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് മുതിർന്ന പൗരന്മാർക്കായി ഗവൺമെന്റ് പലതരത്തിലുള്ള സ്കീമുകൾ നടപ്പിലാക്കി വരുന്നു എന്നാണ്. നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ അവസരത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. പ്രിയമുള്ള ശ്രോതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മുതിർന്നവരെ ആദരിക്കുകയും അവരെ സംരക്ഷിക്കുകയും വേണം. അതോടൊപ്പം സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ എന്ന പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. എന്നിട്ടെന്തേ എന്തേ നീ വന്നീല? എന്നിട്ടെന്തേ എന്തേ നീ വന്നീല? എന്നിട്ടെന്തേ വന്നീല?
സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്ന പദ്ധതിക്ക് അനേകം പ്രയോജനങ്ങളുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. അവയെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം. ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്തുള്ള സോഷ്യൽ വെൽഫെയർ ഓഫീസുമായോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായോ ബന്ധപ്പെടുക. ഈ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതാണ്. ഇതിനായി അപേക്ഷ അയക്കുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു തരും. ഇതോടൊപ്പം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ പോർട്ടൽ ലഭ്യമാണ്. നിങ്ങൾക്ക് സാമൂഹികക്ഷേമ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ആവശ്യമായ വിവരങ്ങളും ആപ്ലിക്കേഷൻ ഫോറവും ഡൗൺലോഡ് ചെയ്യാം. ഏതെങ്കിലും സഹായം ആവശ്യമെങ്കിൽ വയോജനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ 144567 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ രേഖകൾ റെഡിയാക്കി കയ്യിൽ കരുതണം. പ്രധാനമായും വേണ്ടത് ഒരു ഐഡന്റിറ്റി കാർഡാണ്. ആധാർ കാർഡോ വോട്ടർ കാർഡോ മതിയാകും. വരുമാന സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് റിപ്പോർട്ട് എന്നിവയും ആവശ്യമാണ്. ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ ഈ രേഖകൾ സഹായകരമാകും. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ സ്കീമിൽ വൈദ്യ പരിശോധന ക്യാമ്പ് പോലെ പലതരം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പരിപാടികളിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുക. പ്രാദേശിക സംഘടനകൾ നൽകുന്ന നൈപുണ്യ പരിശീലനം ഈ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. ഈ പരിപാടികളിലൂടെ പുതിയ കഴിവുകൾ ആർജിക്കാനും അതുവഴി സ്വയം പര്യാപ്തത കൈവരിക്കാനും നിങ്ങൾക്ക് കഴിയും. നമ്മുടെ വയോധികരിൽ പലരും സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവരാണ്. ഈ പരിമിതികളിൽ നിന്ന് മോചനം നേടുവാൻ പെൻഷൻ പ്ലാനുകളും മറ്റു സാമ്പത്തിക സഹായങ്ങളും ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. കൂടാതെ പല ഗവൺമെന്റ് ഇതര സന്നദ്ധ സംഘടനകളും മുതിർന്ന പൗരന്മാർക്കായുള്ള സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഈ സംഘടനകളിൽ അംഗത്വം എടുത്താൽ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളുടെ അനുഭവങ്ങൾ അവരുമായി പങ്കുവെക്കാനും അവസരം ലഭിക്കും. കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ ഭാരതീയ സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പ് നിങ്ങൾക്കായി അവതരിപ്പിച്ച നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ വയോധികർക്ക് അവർ അർഹിക്കുന്ന ബഹുമാനവും ആദരവും ഉറപ്പാക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. ഈ പദ്ധതി ഗവൺമെന്റിന്റെ ഒരു കർമ്മ പരിപാടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം കൂടെയാണ്. നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ വിവേകവും അനുഭവ സമ്പത്തും അമൂല്യമായ ഒരു നിധി ശേഖരമാണ്. അവർക്കായി നമ്മുടെ കഴിവിന്റെ പരമാവധി സഹായം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ്. മക്കളെയും പേരക്കുട്ടികളെയും പരിപാലിച്ച് കുടുംബത്തെ താങ്ങി നിർത്തുന്ന നെടുന്തൂണുകളാണവർ. സമൂഹത്തിൽ അവരുടെ സ്ഥാനം വിലമതിക്കാനാവാത്തതാണ്. വയോധികരെ പരിപാലിക്കുന്നത് ഏതൊരു സമൂഹത്തിന്റെയും കടമയും കർത്തവ്യവുമാണ്. അവരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മുതിർന്ന പൗരന്മാരെ സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് എൽഡർ ഹെൽപ്പ് ലൈൻ 144567 എന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ ഭരതൻ. ഞാൻ ലക്ഷ്മി. എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ. വഴിയിൽ വീഴാതെ കാണിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാദ്യം സമ്മാനിക്കും. സ്നേഹിക്കാമതരവാൻ നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി കൈ പിടിച്ചിടാം സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. ഇതുവരെ കേട്ടത് വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. വയോമിത്ര എപ്പിസോഡ് 5, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല ആക്ഷൻ പ്ലാൻ. വയോമിത്ര നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് റേഡിയോ മാറ്റലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. നിർവഹണം ജോബിഷ് ജോസ്.